തമിഴ്നാട്ടിൽ തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയുടെ സത്യപ്രതിജ്ഞയിൽ അനിശ്ചിതത്വം തുടരുന്നു. വിജയുടെ ഭൂരിപക്ഷം ഉറപ്പായില്ലെന്ന് ലോക്ഭവൻ. ഇപ്പോൾ 116 പേരുടെ മാത്രമേ പിന്തുണ കത്ത് കിട്ടിയിട്ടുള്ളൂ. ഭൂരിപക്ഷം ഉറപ്പാക്കണമെന്നും അതില്ലാതെ സത്യപ്രതിജ്ഞ അനുവദിക്കില്ല എന്നതുമാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം വിജയ്ക്ക് ഭൂരിപക്ഷമില്ലെന്നും വ്യാജ ഭൂരിപക്ഷ കത്തുണ്ടാക്കിയെന്നും അമ്മ മക്കൾ മുന്നേറ്റ കഴകം TTV ദിനകരന്റെ ആരോപണം TVക്ക് തള്ളുകയുണ്ടായി. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഈ ഒരു വിജയുടെ സത്യപ്രതിജ്ഞയിൽ അല്ലെങ്കിൽ തമിഴക വെற்றிക്കഴകത്തിന്റെ സത്യപ്രതിജ്ഞയിൽ ഇപ്പോഴും ഈ ഒരു അനിശ്ചിതത്വം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, തമിഴ്നാട്ടിൽ തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയുടെ സത്യപ്രതിജ്ഞ അതിൽ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. വിജയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പായില്ലെന്നാണ് വീണ്ടും ലോക്ഭവൻ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് 116 പേരുടെ പിന്തുണ മാത്രമാണ് ഉള്ളത്. ഇത് തന്നെയാണ് ലോക്സഭയും ലോക്ഭവനും പുറത്തുവിടുന്നത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 സീറ്റ് അത് വിജയ്ക്ക് ഇല്ല. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി വിധി അടക്കം ചൂണ്ടിക്കാട്ടി പിന്നീട് വീണ്ടും അനുമതി നിഷേധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതേസമയം തന്നെ വിജയ്ക്ക് ഭൂരിപക്ഷമില്ലെന്നും ഉണ്ടാക്കിയ ഭൂരിപക്ഷത്തിന് വ്യാജ കത്തുപയോഗിച്ചിട്ടാണ് ഭൂരിപക്ഷം ഉണ്ടാക്കിയെന്നുമാണ് ഇപ്പോൾ അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവായിട്ടുള്ള TTV ദിനകരൻ ആരോപിക്കുന്നത്. ഈ ദിനകരൻ്റെ ആരോപണത്തിന് ഒരു TVക്ക് ഒരു വിശദീകരണം നൽകുന്നുണ്ട്. പ്രധാനപ്പെട്ട TVയുടെ നേതാക്കൾ ഇതിനൊരു വിശദീകരണം നൽകുന്നു. ഈ ആരോപണം തെറ്റാണ്. പ്രധാനപ്പെട്ട അമ്മ മക്കൾ മുന്നേറ്റ കഴകത്തിൻ്റെ പ്രധാനപ്പെട്ട MLA ആയിട്ടുള്ള കാമരാജ് ഈ കത്തിൽ ഒപ്പിടുന്ന ദൃശ്യങ്ങളടക്കമാണ് TVക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ദൃശ്യങ്ങൾ പഴയ ദൃശ്യങ്ങളാണെന്നാണ് ഇപ്പോൾ അമ്മ മക്കൾ കഴകം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും 4 ദിവസത്തിലധികമായി മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അത് തമിഴ്നാട്ടിൽ പുരോഗമിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 സീറ്റ് അത് വിജയ്ക്ക് നേടാനാകുന്ന അല്ലെങ്കിൽ പിന്തുണ നേടാനാകുന്നില്ല എന്നതാണ് ഈ അനിശ്ചിതത്വം തുടരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസമായിരുന്നു CPIയും വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ നേരിട്ട് CPI ഓഫീസുകളിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇന്ന് വിജയ്ക്ക് മറ്റൊരു നിർണായകമായ കാര്യം കൂടിയുണ്ട്. അതൊന്ന് മുസ്ലിം ലീഗ് ഈ പിന്തുണ കത്തിൽ നൽകുമോ എന്നതും VCKന്റെ കൈവശമുള്ള 2 സീറ്റ് അത് വിജയ്ക്ക് പിന്തുണയ്ക്കുമോ അല്ലെങ്കിൽ പിന്തുണ നൽകുമോ എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. ഇതിൽ തന്നെ ഈ ഘടകകക്ഷികളുമായി അല്ലെങ്കിൽ DMKയുടെയും AIADMKയുടെയും ഘടകകക്ഷികളുമായി വിജയ് നിരന്തരം ചർച്ച നടത്തുന്നുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 118 എന്ന സംഖ്യയിലേക്ക് എത്താൻ അതിൽ വിജയ്ക്ക് ഇനി വേണ്ടത് 2 സീറ്റും കൂടിയാണ്. കഴിഞ്ഞ ദിവസം 116 സീറ്റുമായി അർദ്ധരാത്രിയോടെ ഈ ലോക്ഭവനിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 സീറ്റ് എന്നോളം വിജയ്ക്കില്ല എന്ന വാർത്താക്കുറിപ്പിലൂടെ ഈ ലോക്ഭവൻ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വിജയുടെ തമിഴക വെற்றிക്കഴകം നിർണായകമായ കൂടിക്കാഴ്ചകളും യോഗങ്ങളും ചേരുന്നുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. VCKയുടെ 2 സീറ്റും കൂടി ലഭിച്ചാൽ കൂടി ഇപ്പോൾ വിജയ്ക്ക് അധികാരത്തിലെ അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ എത്തും എന്നതാണ് നിലവിലെ സാഹചര്യം. ദീപ്തി, ശരി. എന്തായാലും തമിഴ്നാട്ടിൽ തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയുടെ സത്യപ്രതിജ്ഞ അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിജയുടെ ഭൂരിപക്ഷം ഉറപ്പായില്ല എന്നതാണ് ലോക്ഭവൻ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 116 പേരുടെ മാത്രമേ പിന്തുണ കത്ത് ലഭിച്ചിട്ടുള്ളൂ എന്നും ഭൂരിപക്ഷം ഉറപ്പാക്കണമെന്നും അതില്ലാതെ സത്യപ്രതിജ്ഞ അനുവദിക്കില്ല എന്നതുമാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതേസമയം വിജയ്ക്ക് ഭൂരിപക്ഷമില്ലെന്നും വ്യാജ ഭൂരിപക്ഷ കത്തുണ്ടാക്കിയെന്നും അമ്മ മക്കൾ മുന്നേറ്റ കഴകം TTV ദിനകരന്റെ ആരോപണവും TVക്ക് തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.